നമ്മുടെ MCUവിൽ ഇപ്പോൾ ആങ്കർ ബീയിങ്, ഇൻകേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. സോ അതിലുള്ള എന്തൊക്കെയാണെന്നുള്ള ടെക്നിക്കൽ ടേംസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിലാദ്യത്താണ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിൽ ഒരാളുണ്ടാവും, അതേപോലെ പല യൂണിവേഴ്സുകളിൽ ഇയാളെപ്പോലെ സെയിം ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരേപോലെയുള്ള വേറെ വേറെ യൂണിവേഴ്സിലുള്ള ആൾക്കാരെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ പല പേര് ഗ്ലിച്ച് ആവുകയാണെങ്കിൽ അതിന് അനോമലീസ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു യൂണിവേഴ്സിലുള്ള ഒരു ആൾ വേറൊരു യൂണിവേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ആ യൂണിവേഴ്സിൽ ബിലോങ് ആയിട്ടുള്ള ആളല്ല അയാൾ. സോ അയാൾ ആ യൂണിവേഴ്സിൽ ഗ്ലിച്ച് ആവാൻ തുടങ്ങും. സോ അയാളൊരു അനോമലിയാണ്. അതായത് അവിടെ ഉണ്ടാവേണ്ട ആളല്ല അയാൾ. ഉദാഹരണത്തിന് ഇൻടു ദ സ്പൈഡർവേഴ്സിൽ ബാക്കി സ്പൈഡർമാൻസൊക്കെ നമ്മുടെ മൈൽസ് മൊറാൽസിൻ്റെ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ അവരൊക്കെ ഗ്ലിച്ച് ആവുന്നില്ലേ, അതേപോലെ. പിന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള നേരായിട്ടുള്ള ഒരു ടൈം ലൈൻ ഉണ്ടാവും. ആ ടൈം ലൈനിൽ ആരെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നടക്കേണ്ടതല്ലായിട്ടുള്ള എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് നെക്സസ് പോയിൻ്റായി മാറും. അതേപോലെ ഒന്നാണ് നെക്സസ് ബീയിങ്. അതായത് ഇന്ന ആൾ ഇന്ന യൂണിവേഴ്സിലുണ്ടാവും, അയാൾ തന്നെയായിരിക്കും എല്ലാ യൂണിവേഴ്സിലും അയാളായിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയായിരിക്കും ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിലും ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ട് തന്നെ ഉണ്ടാവുക. പിന്നെ ഒന്നാണ് ആങ്കർ ബീയിങ്. ആങ്കർ ബീയിങ് എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിനനുസരിച്ചിട്ട് ഓരോരുത്തരായിരിക്കും. ഇപ്പം നമ്മുടെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൽ അത് വൂൾവറിനാണ്. വൂൾവറിൻ മരിക്കുമ്പോൾ പുള്ളിയുടെ യൂണിവേഴ്സ് തന്നെ ഏതാണ്ട് കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ യൂണിവേഴ്സിനും ഓരോ ആങ്കർ ബീയിങ്സ് ആയിരിക്കും. അങ്ങനെ ഒരു യൂണിവേഴ്സിലുള്ള ഒരാൾക്ക് വാരിയൻസേ മൾട്ടിവേഴ്സിൽ ഇല്ലെങ്കിൽ അയാളാണ് അബ്സല്യൂട്ട് ബീയിങ്. ഉദാഹരണത്തിന് നമ്മുടെ അമേരിക്ക ചാവേസിന് മൾട്ടിവേഴ്സിൽ വേറെ വേരിയൻസേ ഇല്ല. സോ അവളൊരു അബ്സല്യൂട്ട് ബീയിങ് ആണ്. പിന്നെ ഒരു യൂണിവേഴ്സിൽ ഒരു കാര്യം മാത്രം എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റത്തില്ല, അതങ്ങനെ നടക്കുള്ളൂ. അതിനെയാണ് അബ്സല്യൂട്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വാട്ട് ഇഫിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ യൂണിവേഴ്സിലുള്ള ക്രിസ്റ്റി മരിക്കുമ്പോൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ഡാർക്ക് മാജിക്കും ടൈം സ്റ്റോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്തൊക്കെ ശ്രമിച്ചിട്ടും അത് പറ്റിയിട്ടുണ്ടാവില്ല. അവസാനം പുള്ളിയുടെ മൊത്തം യൂണിവേഴ്സ് തന്നെ നശിക്കും. അതിനാണ് അബ്സല്യൂട്ട് പോയിൻ്റ്. അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റാൻ പറ്റാത്ത കാര്യം ഈ ഒരു യൂണിവേഴ്സിലുള്ള മാത്രമാണ്. അങ്ങനെ മൾട്ടിവേഴ്സൽ ലെവലിൽ ചില കാര്യങ്ങൾ മാറ്റാനേ പറ്റത്തില്ല. ഉദാഹരണത്തിന് മൾട്ടിവേഴ്സ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സ്പൈഡർമാൻസിനും ക്ലോസ് ആയിട്ടുള്ള ചിലവർ മരിക്കണം. അത് മൾട്ടിവേഴ്സൽ റൂളാണ്. സോ അതിനെ മാറ്റാൻ പറ്റാത്തതിനെയാണ് കാനൻ ഇവൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു യൂണിവേഴ്സിലുള്ള ഒരു വേരിയൻറ്റ് ഡാർക്ക് മാജിക് യൂസ് ചെയ്തിട്ട് വേറൊരു യൂണിവേഴ്സിലുള്ള അതേ ആളുടെ വേരിയൻറ്റിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഡ്രീം വാക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡ്രീം വാക്കിംഗ് ചെയ്യുമ്പോൾ ഈ രണ്ട് ചെയ്യുന്ന ഡ്രീം വാക്കിംഗ് ചെയ്യുന്ന ആളുടെയും ഡ്രീം വാക്കിംഗ് ചെയ്യപ്പെടുന്ന ആളുടെയും യൂണിവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡായി രണ്ടും നശിക്കും. ഇത്രയാണ് മാർവലിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി പുതുതായിട്ട് സീക്രട്ട് വാർസ്, ഡൂംസ്ഡേയിലൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നത് അത് വരും പറയാം നമുക്ക്.